ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ധ്യാനത്തെ കേൾക്കുവാനായിട്ട്. നമ്മൾ ഇതിന് കഴിഞ്ഞു വരുന്ന 2 ധ്യാനങ്ങളിലായിട്ട് കുരിശിൻ്റെ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. വ്യക്തിജീവിതത്തിലും സമുദായത്തിലുമൊക്കെ പുനരൈക്യത്തിൻ്റെ ഫലം പ്രതിഫലിപ്പിക്കുന്നതിനു മുമ്പ് കുരിശിലെ ആ വലിയ പുനരൈക്യത്തിൽ നമ്മളെല്ലാവരും ഭാഗമാകേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് സാവകാശം വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇപ്പോൾ വരാത്തത്, കുരിശിലെ പുനരൈക്യത്തെ തിരിച്ചറിയാത്തതും പടിഞ്ഞാറോട്ട് തിരിയുന്ന അല്ലെങ്കിൽ ത്രോണോസിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ആ പാപപരിഹാരത്തെക്കുറിച്ചുള്ള അറിവ് കുറയുന്നത് കൊണ്ടാണ്. തൻ്റെ പീഡാസഹനത്താൽ ഈ ലോകത്തെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന, അതിനെ മനസ്സിലാക്കുന്ന ഒരുവനും പുനരൈക്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല. അവൻ സാവകാശം ചോദിക്കില്ല. അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ കുർബാനയിലും തന്നെ സംഭവിക്കാം. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടി വ്യക്തിപരമായി ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ കുരിശിലെ പുനരൈക്യത്തോടുകൂടെ പിതാവിൻ്റെ ആ ഒരു ചിന്ത, സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു, അപ്പോഴതെല്ലാം ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളായിട്ട് മാറ്റാനത്രേ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ മ്ലേച്ഛതയുടെ അടിത്തട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അതിൻ്റെ ബാഹ്യമായ തലങ്ങളിൽ ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു എന്ന ഒരു ആധ്യാത്മിക സംഘർഷത്തെ കണ്ടു. പിന്നെ ആ മ്ലേച്ഛത ഊറിക്കിടക്കുന്ന ആ അവസ്ഥകളിൽ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്ന പോലെയുള്ള നിസ്സഹായത ഊറിക്കിടക്കുന്നത് കണ്ടു. അതിനേക്കാളും അല്പം കൂടി താഴത്തേക്ക് കടന്നു ചെന്നപ്പോൾ നമ്മൾ അതിൽ ഒത്തിരി നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ആകർഷണ വലയങ്ങൾ, വശീകരണങ്ങൾ, മോഹങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെടുത്ത തീരുമാനം അത് പുനരൈക്യപ്പെടാനുള്ള തീരുമാനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുനരൈക്യപ്പെടാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒത്തിരി സാധ്യതകളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. എല്ലാ സാധ്യതകളെയും വെച്ചുകൊണ്ട് തന്നെ മറ്റൊരുവനായിട്ട് അല്ലെങ്കിൽ അതർ പാർട്ടിയായിട്ട് പുനരൈക്യപ്പെടുക ഒരുപക്ഷെ അസംഭവമായിരിക്കും. അപ്പോൾ അതിനു താഴെ വീണ്ടും മ്ലേച്ഛതകൾ ഊറിക്കൂടുന്ന അടിത്തട്ടുകളെ നമുക്ക് കാണാം. ആ അടിത്തട്ടിൻ്റെ റിയൽ ഭാവങ്ങളും രൂപങ്ങളൊക്കെ നമ്മൾ അല്പം കൂടിയും ആഴത്തിലേക്ക് കടന്നു ചെന്ന് പിതാവിൻ്റെ സന്യാസഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി പറയാം. ഈ പ്രഭാഷണത്തിലും അടുത്ത പ്രഭാഷണത്തിലും കുരിശിലെ ആ ഒരു പുനരൈക്യത്തെക്കുറിച്ചാണ്. അതിനോട് എങ്ങനെ നമ്മൾ സമീപിക്കണം, ആ കുരിശിൻ്റെ പാക്കേജിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. യേശുവിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയുണ്ടായി. ആരാണ് യേശു? കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആരാണ് യേശു എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് നമ്മൾ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് പോകുകയും യേശു പാപം പോക്കുന്നവനാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടാണ് അവൻ. ഈസ് ദ സിൻ ബെയറർ. He removes the sin that dwells in us in the situations or in the communities and even the entire world. So ദൈവം അല്ലെങ്കിൽ യേശു എൻ്റെ പാപത്തെ മോചിപ്പിക്കുന്നവനാണ്, എന്നെ പുനരൈക്യപ്പെടുത്തുന്നവനാണ്. അതിനായിട്ട് ആ പാപപരിഹാരത്തെ പിതാവായ ദൈവം നമ്മൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു. അതാണ് എല്ലാ കുർബാനയിലും പടിഞ്ഞാറെടുക്കുന്നതിലൂടെ നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ലത്തീൻ കുർബാനയിലെ ബിഹോൾഡ്, നോക്കൂ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്
എന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാവരും യോഗ്യരല്ല ഞങ്ങൾ, എന്നാലും ഒരു വാക്കുച്ചരിച്ചാലും ആ വാക്കാണ് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാപമോചനത്തിൻ്റെ ആ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് അറിയുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എങ്ങനെ തുടങ്ങണം ഈ കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചുള്ള ധ്യാനം? അത് നമ്മളുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മ്ലേച്ഛതയുടെ അടിത്തട്ടുകളെ കാണുകയും മണക്കുകയും ചെയ്യുന്ന ആ ഒരു ധ്യാന പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങനെ കാണും? അതിനുവേണ്ടി നമ്മൾ വീണ്ടും സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാം. ഈ സ്നാപക യോഹന്നാനെ ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് യേശുവിനെ നമ്മളെ പരിചയപ്പെടുത്തി തരാനും യേശുവിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മെ പഠിപ്പിക്കാനുമായിട്ട് അയച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അത്ര ആഴത്തിലൊന്നും ചിലപ്പോൾ പഠിക്കാറില്ല. അദ്ദേഹത്തെ നമ്മൾ വീണ്ടും കേൾക്കാം. കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ച് അറിയുന്നതിന് നമുക്ക് സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു ചെല്ലാം. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഈ വലിയ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. 5-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ പാത നേരെയാക്കുവിൻ. എങ്ങനെയാണ് ആ പാത നേരെയാക്കേണ്ടത്? 4 കാര്യങ്ങൾ പറയുന്നു. താഴ്വരകൾ നികത്തപ്പെടും, മലയും കുന്നും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ടുകളുടെ പ്രതീകങ്ങളായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഈ വചനത്തെ കാണാം. താഴ്വരകൾ, കുന്നും മലയും, വളഞ്ഞ വഴികൾ, പരുപരുത്ത സ്വഭാവങ്ങൾ, ഇതൊക്കെ മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ടുകളാകാം. അപ്പോൾ ഈ കർത്താവിനെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് കടക്കാൻ നോക്കുന്ന വ്യക്തിയുടെ മനസ്സ് എനിക്ക് സാവകാശം വേണമെന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായി അവരുടെ ഉള്ളിൽ താഴ്വരകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ കുന്നും മലകളുമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അടിയിൽ വളഞ്ഞ വഴികളുണ്ട്, അതല്ലെങ്കിൽ അവരുടെ പരുപരുത്ത സ്വഭാവം അവരെ വിമുഖതയിലേക്ക് മാറ്റി നിർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. യോഹന്നാൻ്റെ ആ ഒരു ചിന്തയനുസരിച്ച് ഈ താഴ്വരകളെ നികത്തണം. നമ്മൾ അതിനെ ഉയർത്തണം, അത് മണ്ണിട്ട് നികത്തുക എന്നുള്ള അർത്ഥത്തിൽ താഴ്വരകളെ നികത്തണം. കുന്നിനെയും മലയിനെയും നിരത്തണം. ഒന്നിനെ നികത്തണം, മറ്റൊന്നിനെ നിരത്തണം. വളഞ്ഞ വഴികളെ നേരെയാക്കണം, പരുപരുത്തുവ മൃദുവാക്കപ്പെടണം. നമുക്ക് മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ടായിട്ട് ഈ 4 കാര്യങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ പാപം വസിക്കുന്ന മേഖലകളിലേക്ക് കടക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ഈ മ്ലേച്ഛത ഊറിക്കിടക്കുന്ന അടിത്തട്ട് തന്നെയായിട്ട് ഈ 4 കാര്യങ്ങൾ പുത്തൻകൂർ സമുദായത്തിൽ വളർന്നു വന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാം. പുത്തൻകൂർ സമുദായത്തിൽ അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്തതിനു മുമ്പ് ഈ 4 കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതീകാത്മകമായ ആ ഒരു റോള് വഹിക്കുന്നത്, വിമുഖതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ താഴ്വരകളെ നമ്മൾക്കെടുക്കാം. എന്താണ് താഴ്വര? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കണം, വളരെ വലിയ ഫിലോസഫിക്കലായിട്ടൊന്നും ചിന്തിക്കാതെ. എന്താ താഴ്വര? അത് നിരപ്പിൽ നിന്ന് താഴ്ന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 2 മലകളുടെയോ അല്ല 2 പൊങ്ങി നിൽക്കുന്ന 2 സ്ഥലങ്ങളുടെ ഇടയിൽ അത് നിരപ്പായ ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്ക് നിൽക്കും. അപ്പൊ താഴ്വരകളിൽ എപ്പോഴും അന്ധകാരം ഉണ്ടാകാം. അതുകൊണ്ട് ബൈബിളിൽ താഴ്വരകൾ പലപ്പോഴും മരണത്തിന്റെ താഴ്വരകളാണ്. ഹിനോനൻ വാലി എന്നൊക്കെ പറയുന്ന, പിന്നീട് അത് ഗഹനിയായിട്ടൊക്കെ മാറുന്ന താഴ്വരകളെ കുറിച്ച് പറയും. ഒരിക്കലും പുക അല്ലെങ്കിൽ തീ അണയാത്ത മരണത്തിന്റെ താഴ്വരകൾ. അതുകൊണ്ട് സങ്കീർത്തനകാരകൻ പറയുന്നത്, മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോട് കൂടെയുണ്ട്.
ഈ താഴ്വരകൾക്ക് ബൈബിൾ അനുസരിച്ച് ഈ താഴ്വരകൾക്ക് ഒരു മുറിവിൻ്റെ പ്രതീകമാണ്. അക്ഷതം ഒന്ന് ഇപ്പോൾ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 നിരപ്പിൽ നിന്ന് ആഴത്തിലേക്ക് പോയി അതൊരു താഴ്വരയുടെ പ്രതീകത്തെ സൃഷ്ടിക്കും. അപ്പം ഈ താഴ്വരകൾക്കുള്ളിൽ എപ്പോഴും അണയാത്ത കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇരയുടെ നിസ്സഹായതയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പലതും നമ്മുടെ മനസ്സിൻ്റെ ആ ആന്തരിക താഴ്വരകളിലേക്ക് സപ്രസ് ചെയ്തു വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈ താഴ്വരകളുടെ ആഴം എത്രയായിരിക്കും? വി കനോട്ട് ഫാതം ഇറ്റ്. അത് അളക്കാൻ പറ്റാത്തതായിരിക്കും. പലപ്പോഴും അത് വർഷങ്ങളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ കാര്യങ്ങൾ ഈ താഴ്വരകളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പിതാവിൻ്റെ സമയത്ത് പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്തങ്കൂർ സമുദായത്തിൽ ഈ താഴ്വര തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് നൂറ്റാണ്ടുകളോളം പഴക്കവും ഉണ്ടായിരുന്നു. ശബ്ദങ്ങളും ഒച്ചകളും ബഹളങ്ങളും ഒക്കെ 3 നൂറ്റാണ്ടിന് മുമ്പ് മുതൽ വന്നത് അങ്ങനെ അട്ടിയിട്ട് കിടന്നിരുന്നു. ആ താഴ്വരകളൊക്കെ തന്നെ മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്ന അടിത്തട്ടുകളായിരുന്നു. അത് നികത്തണം. അത് നികത്താതെ അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഐക്യത്തിന് ശ്രമിച്ചാലും അതൊക്കെ ക്രമപ്പെടുത്തലുകളും ശരിപ്പെടുത്തലുകളുമായി നിൽക്കും. പിതാവ് മനസ്സിലാക്കുന്നു. നമ്മൾ പിതാവിൻ്റെ ആത്മകഥ വായിക്കുകയാണെങ്കിൽ പിതാവ് ഒരു സെൻറ്റൻസുകളൊക്കെ പറയും. സമുദായത്തെക്കുറിച്ച് നീറുന്ന ഹൃദയത്തെ ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. കളിമണ്ണ് കുഴച്ച പോലെ എൻ്റെ മനസ്സിനെ കുഴച്ചിട്ട് എൻ്റെ സമുദായ അഭിവൃദ്ധിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. പിതാവ് തൻ്റെ ഉള്ളിലേക്ക്, തൻ്റെ താഴ്വരകളിലേക്ക് വളരെ ദീർഘമായ യാത്രകൾ നടത്തി. ആ യാത്രകളിലൊക്കെ പിതാവ് സഭാഗാത്രം പൂർണ്ണമായി ക്ഷതങ്ങളാലും വ്രണങ്ങളാലും മുറിപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കി. ആ സഭാഗാത്രം മുറിപ്പെട്ട് കിടക്കുന്നത് അതിൻ്റെ താഴ്വരകളിലായിരുന്നു. അതിന് ഒത്തിരി ചിന്തകൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൻ്റെ പല കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴും മുറിവായിട്ട് കിടക്കുന്ന മുടക്കുകാൽപ്പന, അല്ലെങ്കിൽ ഇപ്പോഴും മുറിവായിട്ട് കിടക്കുന്ന കൂനം കുരിശു സത്യം, ഇപ്പോഴും മുറിവായിട്ട് കിടക്കുന്ന 12 പേര് കൂടി ഒരാളെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുന്നത്, പിന്നീട് അതിലേക്ക് വന്ന പല കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയാനായിട്ട് സമയമില്ല. പക്ഷെ പുത്തങ്കൂറിൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ഉള്ളിൽ ഒത്തിരി താഴ്വരകളുണ്ട്. അത് നികത്തപ്പെടണം. അത് വ്യക്തിപരമായിട്ട് നമ്മൾ നികത്തണം, സമുദായപരമായിട്ട് നമ്മൾ നികത്തണം. ഈ താഴ്വരകളെ വെച്ചുകൊണ്ട് പുനരൈക്യത്തിലേക്ക് കടക്കുക അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ ക്രമപ്പെടുത്തുകയേ ഉള്ളൂ. താഴ്വരകൾ വ്യക്തി ജീവിതത്തിലും വരാം. നമ്മളൊരു ധ്യാനം ചെയ്യുന്നത് കൊണ്ട് അത് പുത്തങ്കൂർ സമുദായത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒത്തിരി താഴ്വരകളുണ്ട്. ആ താഴ്വരകളുടെ ആഴങ്ങൾ ഒരുപക്ഷെ കുഞ്ഞുനാളിൽ മുതൽ തുടങ്ങിയതായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞാനൊരു സ്ത്രീയോട് ഈ താഴ്വരയെക്കുറിച്ചും യേശുവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതെന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കാണാൻ വന്നിട്ട് എന്ന് പറഞ്ഞു, എന്താ ചേച്ചി, എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ചേട്ടത്തിയുടെ ഭർത്താവിനെ അറിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഇന്ന ആളുടെ ഭാര്യയല്ലേ, പിന്നെ എന്താ മരിച്ചുപോയി എന്ന് പറയണേ? അപ്പോൾ ആ ചേച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു. കല്യാണം കഴിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തല്ലുണ്ടായി. അമ്മായിമ്മ ഈ ചേച്ചി അമ്മാനപ്പൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കിംവദന്തി പറഞ്ഞുണ്ടാക്കി. ഭർത്താവും അമ്മായിമ്മയുടെ കൂടെ കൂടി. പിന്നെ ആകെ ബഹളായി. അങ്ങനെ ബഹളായി ഒരു ദിവസം ഭയങ്കര തല്ല് നടന്ന സമയത്ത് ഈ ചേച്ചിയുടെ കെട്ടിയവൻ ആ താലിമാല വലിച്ചു പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇനി നീ എൻ്റെ പെണ്ണല്ല, നീ ചീത്തയായി, നീ എൻ്റെ അപ്പൻ്റെ കൂടെ കിടന്നവളാണ് എന്ന് പറഞ്ഞ് ആ താലിമാല വലിച്ചു പൊട്ടിച്ചു. പിന്നീട് പള്ളിയിൽ അച്ഛൻ വന്നു, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വന്നു. അവരെല്ലാവരും ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി. വീണ്ടും ലൈഫ് മുന്നോട്ട് പോയി. പക്ഷെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ
അന്ന് എൻ്റെ കെട്ടിയവൻ മരിച്ചുപോയി. പിന്നെ ഞാൻ ജീവിക്കുന്നത് പിന്നെ ഒക്കെ ജീവിക്കണ്ടേ. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ആങ്ങളമാരും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ആ വീട്ടിൽ അങ്ങനെ ജീവിച്ചു. ഒരു താഴ്വരയുടെ ആഴം 35 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ബലിയാകപ്പെട്ടവര്, ഇരകള് ഒക്കെ ഈ വളരെ വേദനയോടുകൂടി ഈ താഴ്വരകളെ കൊണ്ട് നടക്കുന്നവരാണ്. താഴ്വരകളെ കൊണ്ട് നടന്നാൽ ഒരിക്കലും പുനരൈക്യപ്പെടാൻ പറ്റില്ല, വിമുഖതരാവും. അപ്പൊ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിക്കാത്ത വെറുക്കുന്ന തിന്മകളെ ചെയ്തുകൊണ്ട് തന്നെ നടക്കും. ആ വിമുഖതയെ മാറ്റണമെങ്കിൽ ഈ താഴ്വരകളെ നമ്മൾ മനസ്സിലാക്കണം. ഈ താഴ്വരകളിൽ ഒത്തിരി വേദനയുണ്ട്. ഈ വേദന എങ്ങനെ വന്നു എന്നൊന്നും നമുക്ക് ഇപ്പൊ ചകഞ്ഞു നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ അത് കിടന്ന് പുളിച്ച് അത് മ്ലേച്ഛതയായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് തിരിച്ചു ചെല്ലാനോ കാലങ്ങളുടെ സമയങ്ങളെ തിരിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ യേശുവില് അല്ലെങ്കിൽ കർത്താവിൻ്റെ പുനരൈക്യത്തിൽ കുരിശിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ താഴ്വരയെ നികത്തണം എന്ന് സ്നാപകയോഹന്നാൻ പറയുന്നു. അടുത്തതായിട്ട് സ്നാപകയോഹന്നാൻ പറയുന്നത് നിങ്ങളുടെ കുന്നുകളെയും മലകളെയും നിരത്തണമെന്നാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് തിങ്. ഇപ്പൊ താഴ്വരകൾ നിരപ്പുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് താഴേക്കുള്ള ഒരു സാധനമാണെങ്കിൽ ഈ കുന്നും മലയും അതിൻ്റെ ഓപ്പോസിറ്റാണ്. ആ നിരപ്പായതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ നമ്മുടെ ആ നോർമലിൽ നിന്ന് നോർമലായിരിക്കുമ്പോൾ ആ പുനരൈക്യങ്ങൾ നടക്കുക. അപ്പൊ നോർമൽ അല്ലാതെ താഴെ ഒളിച്ചു വെക്കുമ്പോൾ അത് താഴ്വരകളാവും, അതിലൊക്കെ വേദനകൾ നിറയും. അല്ലെങ്കിൽ കുന്നും മലയും പൊന്തി വരും. അത് നമ്മുടെ ബാഹ്യ പെരുമാറ്റങ്ങളായിട്ട് മാറും. പുനരൈക്യത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്ന കപടതകളായിട്ട് മാറും. ഹിപ്പോക്രസി എന്നൊക്കെ പറയില്ലേ, പറയുമ്പോൾ ഞാൻ വലിയ സംഭവമാണെന്ന് പറയും. ഞാൻ വലിയ സംഭവം. എന്താ സംഭവം എന്ന് പറയുന്ന ആ ഒരു തരം ചിലവരെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറയും. അതൊക്കെ കുന്നുമലയാ. എന്താ ഇത്ര വലിയ സംഭവം? ക്ഷമിക്കാൻ പറ്റാത്ത, ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത, വെട്ടുകിടക്കാൻ പറ്റാത്ത എന്ത് വലിയ സംഭവമാ? ഈ ഭൂമിയിലുള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. ഇത്ര വലിയ സംഭവം എന്ന് പറയാൻ നമ്മുടെ കുടുംബം വലിയ സാധനമാണ്. എന്താണ് ഇതൊക്കെ? അതിലൊക്കെ ബാഹ്യമായ ജൽപ്പനങ്ങള് കുന്നും മലയും നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് പുത്തങ്കൂർ സമുദായത്തിന്റെ ആ പിതാവ് പുനരൈക്യപ്പെടുന്നതിനൊക്കെ നോക്കുന്ന പുത്തങ്കൂർ സമുദായത്തിന്റെ ആ സമയങ്ങളിൽ ഈ കുന്നും മലയും ഒത്തിരി ഉണ്ട്. പലരും വിചാരിക്കുന്നത് ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്. എന്താണ് ഇത്ര ഇത്? അങ്ങനെ ഞങ്ങൾ ഇതാണ് അതാണെന്ന് പറയുന്ന കുന്നും മലയും നിർത്താതെ പുനരൈക്യം പോസിബിൾ അല്ല. അങ്ങനെ കുരിശിലെ പുനരൈക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെങ്കിൽ ഈ ബാഹ്യ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കണം. പിതാവ് എളിമപ്പെട്ടു, ഭൂമിയോളം എളിമപ്പെട്ടു. തൻ്റെ കുന്നുകളും മലകളും ആള് പിന്നീട് ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അങ്ങനെ എളിമപ്പെടുന്നത്. അദ്ദേഹം ഞാൻ വലിയ MA ചമ്മാച്ചൻ അച്ഛനാണെന്നൊക്കെ തോന്നുന്നത് സറാംപൂറിലെ വലിയ വിദേശികൾക്കൊപ്പം സാലറി എടുക്കുന്ന വലിയ എന്തോ സംഭവമാണ്. അതൊക്കെ ആളെടുത്ത് കളയാൻ തുടങ്ങി. പിന്നീട് മല കയറിയതിന് ശേഷം ഒരു മൺചട്ടിയും പിടിച്ച് ആ കുന്നിനെയും മലയിനെയും വെട്ടി നിരത്തിയ ഭാവങ്ങളോടുകൂടെ സ്വന്തം വീട്ടിൽ പോലും പോയി ഭിക്ഷയാചിക്കാനും അതല്ലെങ്കിൽ എല്ലാത്തരം മനുഷ്യരെ തിരിച്ചറിയാനും തൻ്റെ കുന്നുകളെയും മലകളെയും നിരത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി പാതയൊരുക്കുന്ന സന്യാസത്തിലേക്ക് കടക്കാനും അങ്ങനെ ഒരു ജനതയെ തന്നെ അവരുടെ കുന്നും മലകളെയും നിരത്താൻ. നമ്മൾ പോഷക ഗുണങ്ങളെപ്പറ്റി, പുനരൈക്യത്തിൻ്റെ പോഷക പുണ്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. എളിമ, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ ദൈവാശ്രയ ബോധത്തിൽ നമ്മൾ നിരപ്പുള്ള ഭൂമിയിൽ വന്നു നിൽക്കണം. ഏത് സമുദായമാണോ ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷനിലേക്ക് കയറുന്നത്, അവിടെ പുനരൈക്യത്തിൻ്റെ ഒരു തലങ്ങളും ഓളങ്ങളും സംഭവിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ചോദിക്കണം, നമ്മളെല്ലാവരും പലപ്പോഴും നമ്മളിലൊക്കെ ഒത്തിരി ഹിപ്പോക്രസികളുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കപട മുഖത്തെയൊക്കെ കാണിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ കാണിക്കാൻ പാടില്ല.
ഒരുപക്ഷെ ഞാൻ വലിയ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ എയർ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കായിരിക്കും. ഈ കക്ഷത്തിലൊക്കെ ഇഷ്ടിയെ വെച്ചേക്കണ പോലെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ത്രോണോസിന്റെ മുമ്പിൽ വരുമ്പോൾ ആ ഒരു ബലൂണിന് കുത്തി കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാറ്റ് പോയി നിൽക്കുന്ന പോലുള്ള എളിമ ആ കർത്താവിൻ്റെ മുമ്പിൽ വരണം. ഒരു കുമ്പസാരക്കൂടിന് മുമ്പിൽ വരണം. തൻ്റെ സഹോദരന്മാരെ കാണുമ്പോൾ വരണം. അങ്ങനെ ഒരു എളിമയാണ് ഈ ജോസഫിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയണേ. ജോസഫ് ഒരു കുന്നും മലയും പോലെ നിന്നു. ഐ എം ദ ഗവർണർ ഓഫ് ഈജിപ്ത് എന്ന് പറഞ്ഞു. മുന്നിൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓളിയിട്ട് നിൽക്കുന്നത്, ചാക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ. അവർക്കൊക്കെ ഗോതമ്പ് കൊടുക്കുമ്പോൾ ഞാൻ വലിയ ഏതോ സംഭവമാണെന്ന് തോന്നുമ്പോൾ കണ്ടു അവിടെ 9 ബ്രദേഴ്സ് വരണത്. 10 ബ്രദേഴ്സ് മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കണം. അങ്ങനെ അവിടെ കുന്നും മലയും അങ്ങോട്ട് പൊന്തി അവരെ ഒന്ന് തുമ്പി കളിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരുത്തൻ്റെ ആ ബാഗിൻ്റെ ഉള്ളിൽ ആളുടെ ഈ വീഞ്ഞ് ചഷകൊക്കെ മൂടി വെച്ച് ഈ ബിഗിൻ ടു പ്ലേ തുമ്പികളി. പക്ഷെ പിന്നീട് ബെഞ്ചമിനെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ അവരവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അവറ്റങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് കാണുമ്പോൾ ഒരു മൊമെന്റിൽ ജോസഫ് തൻ്റെ കുന്നിനെയും മലയെയും നിരത്തും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ താഴ്വരകൾ ഉണ്ടായിരുന്നു. തൻ്റെ ബ്രദേഴ്സ് എന്നെ ഒറ്റിക്കൊടുത്തതാണെന്ന്, എന്നെ കിണറ്റിലിട്ടതായിരുന്നു, എന്നെ വിറ്റ് കളഞ്ഞു എന്നൊക്കെയുള്ള താഴ്വരകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ ആ താഴ്വരകളെ അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞതാണ്. മനേശ്യയും എഫ്രൈമായിട്ട് 2 മക്കളെ കിട്ടുമ്പോൾ ആൾ പറയും, ഞാനതൊക്കെ മറന്നു കളഞ്ഞു, ഞാൻ എൻ്റെ താഴ്വരകളെ നിരത്തിയിട്ടുണ്ടായിരുന്നു. കുന്നും മലയെയും നിരത്താനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നീട് 11 ബ്രദേഴ്സിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ജോസഫ് പുനരൈക്യപ്പെടുന്നതിൻ്റെ ഇത്രയും വലിയൊരു ഭാവത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഒത്തിരി താഴ്വരകളായിട്ട് നിറഞ്ഞു നിന്ന ജോസഫ് അത് ഉയർത്തിയിട്ട് തൻ്റെ കുന്നിനെയും മലയെയും നിർത്തി പറയും, ഐ ആം യുവർ ബ്രദർ, ഐ ആം യുവർ ബ്രദർ. പിന്നീട് ആ നാട്ട് മുഴുവനും ഈ വലിയ ഗവർണറുടെ കരച്ചിൽ കേട്ടു എന്നാ പറയണേ. ക്യാൻ വി ടെൽ ദി അതർ ലൈക്ക് ദാറ്റ്, ഐ ആം യുവർ ബ്രദർ എന്ന് പറഞ്ഞു ഒന്ന് പൊട്ടിക്കരയാൻ നമുക്ക് കഴിയുമോ? അതിനാ കുരിശിലേക്ക് വരണ്ടേ, അതിലാ കുരിശിലെ പുനരൈക്യം. അത് കഴിയാതെ ബ്രദറിനെ കോർട്ടിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവൻ തെറ്റാണെന്ന് സ്ഥാപിച്ച് അവനെ ചവിട്ടിയേരിച്ച് അവനെ ജയിലിലേക്ക് വിട്ടിട്ടാണോ പുനരൈക്യപ്പെടേണ്ടേ? ജോസഫിനെ പോലെ ഒന്ന് കരയാൻ നമുക്കാവണം. ജോസഫിനെ പോലെ കുന്നിനെയും മലയെയും ഒന്ന് വിട്ടുകൊടുക്കാൻ നമുക്കാവണം. അപ്പോഴാണ് നമ്മൾ ഈ പുനരൈക്യത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മൾ കടന്നു കയറുന്നത്. മൂന്നാമതായിട്ട് സ്നാപയോഹന്നാൻ നമ്മളോട് പറയുന്നത് വളഞ്ഞ വഴികൾ നേരെയാക്കണം. മ്ലേച്ഛതകൾ അടിഞ്ഞുകൂടുന്ന ഈ അടിത്തട്ട്, ഊറിക്കൂടുന്ന അടിത്തട്ടിൻ്റെ മൂന്നാമത്തെ പ്രതീകമാണ് ഈ വളഞ്ഞ വഴികൾ. അത് നമ്മുടെ മനോഭാവങ്ങളാണ്, ആറ്റിറ്റ്യൂഡ്. ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണത്. ആ വളഞ്ഞ വഴികൾ മ്ലേച്ഛതകളെ പ്രസവിപ്പിക്കുന്ന ഒരു തരം അടിത്തട്ടുകളാണ്. ഐ ഡി നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ഇറ്റ്. കാരണം പുത്തങ്കൂർ സമുദായത്തിൻ്റെ പിതാവിൻ്റെ സമയത്തുണ്ടായിരുന്ന പുത്തങ്കൂർ സമുദായത്തിൻ്റെ ആ ആധ്യാത്മിക തലത്തിൽ വളഞ്ഞ വഴികളുടെ കഥകൾ മാത്രം നിറഞ്ഞു നിന്നിരുന്നു. മുടക്ക് കൽപ്പനയൊക്കെ ഒരു വളഞ്ഞ വഴിയുടെ ഒരു വലിയ പ്രതീകങ്ങളായിരുന്നില്ലേ? കൂനംകുരിശ് സത്യവും ഉദയംപേരൂർ സുനകദേവസും ഒക്കെ വളഞ്ഞ വഴിയുടെ കഥകളായിരുന്നു. ഈ വളഞ്ഞ വഴികളിൽ പൊന്തി വന്ന മ്ലേച്ഛതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അതിനെയൊക്കെ നേരെയാക്കണം. അല്ലാതെ വീണ്ടും വളഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ പോയി വളഞ്ഞ് മൂക്കിനെ തൊട്ടിട്ട് നമ്മൾ അവനെ തോൽപ്പിച്ചിട്ട് ഇവനിട്ട് ഞാനൊരു പാറ പണിത് തരാം, എനിക്ക് പണിത ഞാൻ അവന് 8ന്റെ പണി കൊടുക്കും എന്ന് പറയുന്ന മലയാളിയുടെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. എനിക്കിട്ട് പണിത ഞാൻ അവനും 8 പണിയും. അതിലാ വളഞ്ഞ വഴി. എന്ത് പണിയാ മോണെ? 8ന്റെ പണി, 10ന്റെ പണി. എന്താ ഇതൊക്കെ? ആർക്കിട്ട് പണി എന്നാ പറയണേ? എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പണിയും? വളഞ്ഞ വഴികൾ മാത്രമാണ് ആ ലാംഗ്വേജിന്റെ ഉള്ളിലുള്ളത്. ഞാൻ അവനിട്ട് പണിയും എന്ന് പറയുന്ന വ്യക്തി വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരാകുകയാണ്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ് ദാറ്റ്. വളഞ്ഞ വഴികൾ അന്ന് ഒക്കെ ഉണ്ടായിരുന്നു. മെനാസിസിൽ തുടങ്ങിയ വളഞ്ഞ വഴികളുടെ കഥകൾ യു ഓൾ നോ. പക്ഷെ പുനരൈക്യത്തെ മാറ്റി നിർത്താനായിട്ട് 100 കൊല്ലങ്ങൾക്ക് ശേഷവും ഒരുപക്ഷെ പുനരൈക്യങ്ങളെ മാറ്റി നിർത്താനായിട്ട് സഭ ഇപ്പോഴും വളഞ്ഞ വഴികൾ നോക്കുന്നില്ലേ? നമ്മൾ നേരെ നോക്കാൻ പഠിക്കണം.
അതിന് കുരിശിനെ നോക്കാൻ പഠിക്കണം. അപ്പൊ നമ്മളോട് തിരിയുന്ന, പടിഞ്ഞാറോട്ട് തിരിയുന്ന ദൈവം വളഞ്ഞ വഴികളിലൂടെയല്ല നോക്കുന്നത്, നമ്മളെ നേരെ വഴിയിലൂടെയാണ് നോക്കുന്നത്. നിന്നെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എന്നെയാണ് നോക്കുന്നത്. അപ്പൊ നേരെ നോക്കാതെ വളഞ്ഞ വഴികളിലൂടെ മാത്രം കാര്യങ്ങളെ കാണാനും അല്ലെങ്കിൽ ആ കാര്യങ്ങളെ സെറ്റ് ചെയ്യാനും തിരുത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ പുനരൈക്യം പ്രഹേളികയാവും, കടങ്കഥയായിട്ട് മാറും. അതൊരു തരം മൃഗതൃഷ്ണകളായിട്ട് മാറും. ഇല്യൂഷനായിട്ട് തോന്നും. നമുക്ക് അകലെ വെള്ളമുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ചൂടുകാലത്തെ റോട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ പോലെയുള്ള മൃഗതൃഷ്ണകളായിട്ട് മാറും. യു ഷുഡ് ആസ്ക്, വളഞ്ഞ വഴികൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ? ഇറ്റ്സ് എ ടെറിബിൾ തിങ്. നമ്മൾ ഇനി അല്പം കൂടിയും ഈ വളഞ്ഞ വഴികളെ കുറിച്ച് ഈ പിതാവിൻ്റെ സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ സന്യാസ ജീവിതത്തിൽ പിതാവ് എങ്ങനെയാണ് മ്ലേച്ഛതകളെ മാറ്റുന്നത് എന്നൊക്കെ കാണുമ്പോൾ ഈ തലങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം കൂടിയും ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ ഈ വളഞ്ഞ വഴികളിലൂടെയാണ് ഈ വേട്ടയാടപ്പെടുന്നവർ, ബലിയാടുകളാകപ്പെടുന്നവർ, തുമ്പികളൊക്കെ ഒത്തിരി വേദനിക്കുന്നത്. ഈ വളഞ്ഞ വഴികളുടെ ആളുകൾക്കുള്ളിലും ഈ താഴ്വരകളുണ്ട്, അല്ലെങ്കിൽ അവരിലും ഈ കുന്നും മലകളും ഉണ്ട്. അതുകൊണ്ട് അവർ വളഞ്ഞ വഴികൾ മാത്രം ഉപയോഗിക്കുന്നത്. ക്രൂക്കഡ്, എവ്രിതിങ് ദാറ്റ് ഇസ് ക്രൂക്കഡ് ഷുഡ് ബി മെയ്ഡ് സ്ട്രെയിറ്റ് എന്ന് പറയും. ദാറ്റ് ക്രൂക്കഡ്നെസ്, നമ്മൾ മലയാളത്തിൽ വളഞ്ഞ വഴികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് തോന്നാത്ത, പക്ഷേ ക്രൂക്കഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെറിബിൾ ക്രൂക്ക് എന്ന് പറയുന്നത് കുരുട്ടുബുദ്ധി മാത്രം ഉപയോഗിക്കുന്ന മനുഷ്യർ എങ്ങനെ പുനരൈക്യപ്പെടുക? അതിലെ കാണിച്ചു തരാം, എനിക്കിട്ട് പാറ വെച്ച് ഞാനൊരു 10 ചെയ്തു തരാമെന്ന് പറഞ്ഞ് കുരുട്ടുബുദ്ധി എന്ന് പറയുക. അതിനെ മാറ്റാതെ നമുക്ക് പുനരൈക്യപ്പെടാൻ പറ്റില്ല. സന്യാസത്തിലേക്ക് കടക്കുന്ന പിതാവിന് നേരെയുള്ള വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ വട്ടിപ്പണ കേസുമൊക്കെ ജയിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോ ജയിച്ചു നിൽക്കുകയല്ലേ, നമ്മൾക്ക് അല്പം കൂടി സാവകാശം എടുത്തൂടെ? അതൊക്കെ വളഞ്ഞ വഴികളാ. ആ കാലത്ത് എത്രമാത്രം വളഞ്ഞ വഴികളാ അതിൽ എഴുതി വെച്ചിരിക്കണേ. ആ മുടക്ക് കൽപ്പനയിലേക്ക് എത്തി നിൽക്കുന്ന ആ കർമ്മങ്ങളൊക്കെ വളഞ്ഞ വഴികളല്ലേ. ആ 12 പേര് കൂടി ഒരാളെ മെത്രാനാക്കിയത് തൊട്ട് തുടങ്ങിയതാണ് അത്തരം വഴികളുടെ കഥകൾ. പിന്നീട് ആ കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും അതൊക്കെ വളഞ്ഞ വഴികളിലൂടെയല്ലായിരുന്നു. വാസ് ദെയർ എ സ്ട്രെയിറ്റ് വേ ഓഫ് ബിഹേവിങ്? ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ ഈ വളഞ്ഞ വഴികൾ നമ്മളുടെ ചിന്താരീതികളെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. We need to think a little straight. Look at the person who is in front of you. വളഞ്ഞ വഴിയിലൂടെ ചിന്തിക്കാതെ look at them, those who come in front of you. Can you see them? നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവാനിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ കേൾക്കും. അപ്പോൾ കാണാം എങ്ങനെയാണ് ഈ വളഞ്ഞ വഴികളില്ലാതെ പിതാവ് നോക്കാൻ തുടങ്ങുന്നതെന്ന്. 4-ാമത്തെ തലം ഈ പരുപരുത്തവ മൃദുവാക്കണം എന്ന് പറയും. ഇപ്പൊ താഴ്വരകളെ നികത്തണം. താഴ്വരകൾ ഉള്ളിലുള്ള നമ്മുടെ ഇന്നർ മനുഷ്യന്റെ പോലെ വേണമെങ്കിൽ പ്രതീകങ്ങളായിട്ട് കാണാം. കുന്നുകളെയും മലകളെയും നിരത്തണം. നിരപ്പിൽ നിന്ന് മുകളിലേക്കുള്ളതാണ്, അതുകൊണ്ട് അതിനെ നിരത്തണം. വളഞ്ഞ വഴികളെ നേരെയാക്കണം. ദരിച്ചിന അനദർ തലം. അപ്പോൾ ഇന്നർ പേഴ്സൺ, ഔട്ടർ പേഴ്സൺ. ഈ വളഞ്ഞ വഴികൾ ഈസ് ദ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങൾ. ദെൻ 4-ാമത്തെ തലം പരുപരുത്തവ മൃദുലമാക്കണം. പരുപരുത്തവ മൃദുലമാക്കണം എന്ന് പറയും നമ്മുടെ ഇമോഷണൽ സെൽഫിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വൈകാരികമായ തലം. അതും മ്ലേച്ഛത ഊറിക്കിടക്കുന്ന ഒരു അടിത്തട്ടാണ്. ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും കോർട്ടിൽ കയറ്റി, പിന്നെ സുപ്രീം കോർട്ട് വരെ പോയി. അങ്ങനെയാണോ? ചിലർ ഇന്ന് ചിരിക്കും, പിന്നെ 4 ദിവസം കരയും, പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാണില്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ. പുനരൈക്യം അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പുനരൈക്യം ഒരു വികാരപരമായ പ്രവൃത്തിയല്ല, അതൊരു ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. നമ്മൾ വികാര ജീവികളാണ്, ഐ അഗ്രി. എന്ന് കരുതി നമ്മളുടെ തീരുമാനങ്ങൾ വികാരത്തിന് അടിമപ്പെടുമ്പോൾ ആ വികാരത്തിന് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ഒരു സമുദായത്തെ മൊത്തം കുട്ടിച്ചോറാക്കാം. അത് അധികാരത്തിലിരിക്കുന്നവർ വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ശേഷം വരുന്ന വംശങ്ങളെ വരെ തെറ്റായ രീതിയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ കെൽപ്പുള്ളതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കരുതി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ?
വികാരജീവികളല്ലാതെ നമ്മൾ ആ ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യത്തെ കാണാൻ ശ്രമിക്കണം. പക്ഷെ നമുക്കിപ്പോൾ തോന്നുന്നു അങ്ങ് അടിച്ചു പൊളിക്കാം എന്ന് പറയാം. അങ്ങനെ അടിച്ചു പൊളിക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ? പക്ഷെ ആ ഒരു അടിച്ചുപൊളി കഴിഞ്ഞതിന് ശേഷം ജീവിതമല്ലേ? സോ വികാരത്തെയും നമ്മൾ മനസ്സിലാക്കണം. പിതാവിൻ്റെ സന്യാസത്തിലൂടെ പിതാവ് തൻ്റെ വൈകാരിക തലത്തിൻ്റെ അന്തർധാരകളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പിന്നീട് നമുക്ക് കാണാം പിതാവ് എങ്ങനെയാണ് ആ സന്യാസത്തിലേക്ക് കടന്ന് തൻ്റെ പരുപരുത്ത ആ ഒരു ഇമോഷണൽ സെൽഫിനെ മൃദുലമാക്കുന്നത്, കരുണയാൽ നിറയുന്നത്. അപ്പോഴാ പുനരൈക്യപ്പെടാൻ തോന്നുന്നേ. ഒരു വികാരത്തിൽ അടിച്ചു പൊളിക്കണം എന്ന് പറയുന്ന തരത്തിലല്ലാതെ അവരും എൻ്റെ സഹോദരരാണ്, അവർക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ തിരിച്ചറിയും. അപ്പം ആ ഒരു അനുഭവത്തിൽ, ആ മൃദുലമായ അനുഭവത്തിൽ കരുണ അങ്ങനെ കയറി വരാൻ തുടങ്ങും. പരുപരുത്ത സ്വഭാവത്തിൽ അത് വരില്ല. പക്ഷെ പുനരൈക്യത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രാക്ടിക്കൽ തലത്തിൽ അകറ്റി നിർത്തുന്നത് ഈ പരുപരുത്ത സ്വഭാവമാണ്, വൈകാരിക തലത്തിലെ അൺഈവൻസ് ആണ്. പലപ്പോഴും യു സീ ദ വേ പീപ്പിൾ ബിഹേവ്. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി അപ്പോഴേക്കും റോട്ടിൽ പോയി കുത്തിരുന്നു. അതെ, വികാരപരമായി നമുക്ക് അതിനെയൊക്കെ പൊന്തിച്ചുകൊണ്ടിരാം. ഒരു ചാനൽ ചർച്ചിലൂടെ 10 ടോളിലൂടെ ദാറ്റ് ബ്ലഡ് തിളപ്പിക്കുന്ന തരത്തിലുള്ള വർത്താനങ്ങളിലൂടെ വി ക്യാൻ മേക്ക് ഇറ്റ് റഫ്. എന്നിട്ട് ആ റഫ്നെസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു തരം ആനന്ദത്തെ ഒക്കെ കണ്ടെത്താം. പക്ഷെ വി ആർ ഡിസ്ട്രോയിങ്. കരുണ വേണം. കണ്ണിൻ്റെ കോണിൽ ഒരു നനവോടെ അപരനെ കാണാൻ പഠിക്കണം. അത് നോട്ട് ഓൺലി മനുഷ്യരെ, മൃഗങ്ങളെ ആയാലും മലകളെ ആയാലും പുഴകളെ ആയാലും ഒക്കെ നമ്മുടെ ഈ പരുപരുത്ത സ്വഭാവം കൊണ്ടാണ് അതിനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നശിപ്പിച്ചു കളയുന്നത്. പിതാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പരുപരുത്ത കഥകളെക്കുറിച്ച് പറയണോ? അത് ആനപ്പാപ്പിയുടെ മരണത്തിൽ എത്തി നിൽക്കുന്ന സെമിനാരിയുടെ സ്ഫോടനാത്മകമായ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങിൽ ദാറ്റ് ഇസഡും പറയട്ടും പിതാവും ഒരേപോലെ പറയും. പരുപരുത്ത സ്വഭാവത്തിൻ്റെ കഥകൾ അവിടെ അന്ന് നടന്നത് ഒരു 1910 മുതൽ ഒരു 1928-29 കാലങ്ങൾ നടന്നത് വർത്താനങ്ങൾ. യു ഷുഡ് റീഡ് ദാറ്റ് ഇസിഡം ബറേറ്റിൻ്റെ മലങ്കര നസ്രാണികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതൊക്കെ പറയുന്ന 3-ാം വോളിയും 4-ാം വോളിയും ഒക്കെ വായിക്കണം. സോ ഡീറ്റെയിൽഡ് ഹി റൈറ്റ്സ്. അന്നത്തെ സ്ഫോടനാവസ്ഥകൾ, കോർട്ട് കച്ചേരികൾ, നടന്ന ബഹളങ്ങൾ, അതിൻ്റെ ഉപജാപങ്ങൾ. ഐ വാസ് ഫീലിംഗ് ദാറ്റ് നോബഡി വാസ് സ്പീക്കിംഗ് വിത്ത് എ ടെൻഡർ ഹാർട്ട്. അതിൻ്റെ ഉള്ളിൽ 2 മനുഷ്യരെ നമ്മൾ കാണുന്നു, വളരെ വ്യത്യസ്തമായി സംസാരിക്കുന്ന 2 മനുഷ്യരെ, കരുണയോടുകൂടെ സംസാരിക്കാൻ തുടങ്ങിയ 2 മനുഷ്യരെ. ആ 2 മനുഷ്യരാണ് മാർ ഇവാനിയോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു പിതാവ് എന്ന് പറയുന്ന യാക്കോബ് മാർ തിയോഫിലസ് എന്ന് പറയുന്നത്. ആ പിതാവ് ആ ഒരു മൃദുലതയുടെ, താഴ്വരകളില്ലാത്ത, കുന്നുമലകളില്ലാത്ത, വളഞ്ഞ വഴികളില്ലാത്ത, യേശുവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പ്യൂർ സന്യാസിയായിട്ട് മാറി. പിന്നെ ഒരു പക്ഷേ അവരുടെ അടുത്തേക്ക് കടന്നു വരുന്ന 2 റമ്പാനച്ചന്മാരും അവരുടെ താഴ്വരകളെ നികത്താനും കുന്നിനെയും മലയെയും നിരത്താനും അവരുടെ വളഞ്ഞ വഴികളെ നേരെയാക്കാനും ആ പരുപരുത്ത സ്വഭാവത്തെ മാറ്റി they begin to bring a new language of speaking. I was begin to read മലങ്കരയുടെ ആ കാലത്തെ ആർട്ടിക്കിളുകൾ I was reading. അപ്പോൾ സത്യകാഹള എന്ന് പറഞ്ഞിട്ട് മലങ്കരയ്ക്കും കാത്തലിക് മലങ്കര സഭയ്ക്കും ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു ഒരു മാഗസിൻ. ജസ്റ്റ് റീഡ് ദോസ് ലാംഗ്വേജ്. നീ ആരാന്ന് ചോദിച്ചിട്ടുള്ള റഫ് ആർഗ്യുമെൻറ്റേറ്റീവ് ലാംഗ്വേജ്. ഐ വാസ് സോ ഹാപ്പി ടു റീഡ്. ഇപ്പം 90 വർഷങ്ങൾക്ക് ശേഷം ആ കാഹളം എന്ന് പറഞ്ഞ മാഗസിൻ നിങ്ങൾ ഇപ്പോൾ എടുത്ത് വായിച്ചു നോക്കിയാൽ the language has completely changed. It has become so smooth. We should. ഒരു 40 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ലാംഗ്വേജ് തന്നെ മാറും എന്ന് പറയുന്നു. ഭാഷകൾ മാറും, ആറ്റിറ്റ്യൂഡുകൾ മാറും. വി ബിക്കം മോർ സോഫ്റ്റ്. അതല്ലേ ഇപ്പം നമ്മുടെ ഈ സെൻസിറ്റിവിറ്റിക്കൊക്കെ കൂടി വികലാംഗർ എന്നൊക്കെ നമ്മൾ പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഡിഫറൻസിയേഷനെ കുറിച്ചുള്ള റഫ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ മാറിപ്പോകുന്നത്. യു ചെക്ക് യുവർ ലാംഗ്വേജ്, ഹൗ യു സ്പീക്ക്. അപ്പോൾ കാണാം പരുപരുത്ത തലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത്. വളഞ്ഞ വഴികളും താഴ്വരകളും മലകളും ഒക്കെ
ഈ പുത്തങ്കൂർ സമുദായത്തിൻ്റെ ആ സമയത്തെ ഭാഗമായിരുന്നു. പക്ഷെ പുത്തങ്കൂർ സമുദായം ഈ മാർ യവാനിയോസ് പിതാവിന് ഒരു വ്യക്തി പോലെയായിരുന്നു. സോ ആ സമൂഹത്തെ മൊത്തം പിതാവ് തൻ്റെ ഉള്ളിലേക്ക് എടുത്ത് പിതാവ് കാണാൻ തുടങ്ങുകയാണ്. എൻ്റെ ഉള്ളിൽ താഴ്വരകളുണ്ട്, എൻ്റെ ഉള്ളിൽ കുന്നും മലകളുണ്ട്, എൻ്റെ ഉള്ളിൽ വളഞ്ഞ വഴികളുണ്ട്, എൻ്റെ ഉള്ളിൽ പരുപരുത്ത സ്വഭാവമുണ്ട്. ഞാൻ അതിനെ മാറ്റിക്കളയണം. അതിന് യേശുവിന് വേണ്ടി ഒരു രാജപാത ഞാൻ നിർമ്മിക്കണം. യേശു എൻ്റെ ജീവിതത്തിലേക്ക് പുതിയതായിട്ടും പ്രഭാവത്തോടുകൂടെ കടന്നു വരണം. അപ്പോൾ സ്നാപകയോഹന്നാൻ്റെ ആ വിളി, നിങ്ങൾ ഒരു രാജപാത നിർമ്മിക്കുവിൻ. ആ രാജപാത നിർമ്മിക്കുന്ന പ്രക്രിയ പിതാവിന് സന്യാസമായിരുന്നു. ഈ തരം തലങ്ങളെ, മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്ന അടിത്തട്ടുകളെ തിരിച്ചറിയാനും അതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള ആർജവം പിതാവ് കാണിച്ചു. ഞാനിവിടെ നിർത്തുന്നു. ഈ ധ്യാനത്തിൽ യു ജസ്റ്റ് തിങ്ക്, പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുക. ജീവിതത്തിൽ താഴ്വരകളിലെ വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വരകൾ, ജീവിതത്തിലെ കുന്നും മലകളും ആ ഒരു കപടതയൊക്കെ വരാനായിട്ട് ഒളിച്ചു വെച്ച ദുഃഖങ്ങളില്ലേ? വളഞ്ഞ വഴിയിലൂടെ നിങ്ങൾ ചെയ്തതും നിങ്ങളോട് ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നില്ലേ? ആൻഡ് ഹൗ ഡു യു ബിഹേവ് വിത്ത് ദി അതർ? ദാറ്റ് റഫ്നെസ്, അതൊക്കെയല്ലേ പുനരൈക്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, സമുദായത്തെ ആയാലും വ്യക്തിയായാലും ഒക്കെ. നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. പിതാവ് എങ്ങനെയാണ് തൻ്റെ ആ അച്ഛൻ ഭാവങ്ങളിൽ നിന്ന് ഞാനും വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് ഒരു മൺചട്ടിയും പിടിച്ച് തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന, താഴ്വരകളില്ലാത്ത, കുന്നും മലകളില്ലാത്ത, വളഞ്ഞ വഴികളില്ലാത്ത, പരുപരുത്ത സ്വഭാവമില്ലാത്ത പുനരൈക്യത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് മാറുന്നത്. ഹി വിൽ ഹെൽപ്പ് യു. Just surrender yourself and just feel that let the Lord come into my life. ആ കുരിശിലെ പുനരൈക്യം ഈ താഴ്വരകളിലേക്കും കുന്നും മലകളിലേക്കും വളഞ്ഞ വഴികളിലേക്കും പരുപരുത്ത സ്വഭാവത്തിലേക്കും ഒക്കെ ആ രക്തം ഇറങ്ങി വരട്ടെ. അല്ലെങ്കിൽ ആ പാപപരിഹാരം ത്രോണോസിൽ നിന്ന് ഇറങ്ങി വരുന്നത് എൻ്റെ താഴ്വരകളിലേക്കും എൻ്റെ കുന്നും മലയിനെയും നിരത്താനായിട്ടും എൻ്റെ വളഞ്ഞ വഴികളെ നേരെയാക്കാനായിട്ടും എൻ്റെ പരുപരുത്ത എല്ലാ തലങ്ങളെയും മൃദുലമാക്കാനുമായിട്ടാണെന്ന് യു ജസ്റ്റ് ബിലീവ്, then it will flow. Compassion will flow. Punaraikyam will flow towards you. Bless you. Amen.